ഹായ്, എനിക്ക് അനുഭവത്തിൽ അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുള്ളവരുണ്ടാകും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഏറ്റവും ഉത്സാഹവതിയായതും അല്ലെങ്കിൽ അങ്ങനെയുള്ള പയ്യന്മാരും പഠിക്കാൻ വളരെ മിടുക്കരാണ്, വീട്ടു ജോലിക്കാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കും, ജോലിക്കാണേലും പോകും, അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഉത്സാഹശീലരായിരിക്കും, യാതൊരു മടിയും കാര്യവും കാണത്തില്ല. പക്ഷെ അങ്ങനെയുള്ളവർ എളുപ്പം മടി പിടിച്ച് വീട്ടിലിരിക്കുക, കിടന്നിടത്ത് തന്നെ കിടക്കുക, നമ്മൾ എത്ര വിളിച്ചാലും ഏക്കാതെ ഇച്ചിരി നേരം അവിടെ കഴിയട്ടെന്നും പറഞ്ഞ് കിടക്കുക. അതുപോലെ തന്നെ ഒരിടത്ത് ഇരുന്നാൽ അവിടെ തന്നെ ഇരിക്കുക, ഒരിടത്ത് നിന്നാൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അത് മറ്റൊന്നുമല്ല കേട്ടോ, അതിന് പറയുന്നതാണ് കണ്ണുദോഷം, കണ്ണീർ കിട്ടുക. അതുപോലെ തന്നെ ചിലരുടെ നാവിൻ്റെ ദോഷം കണ്ടോ, അവൻ എന്നാ ഉത്സാഹശീലന. ഇവിടെ ഒരുത്തനുണ്ട്, മടി പിടിച്ചങ്ങിരിക്കും, ഒരു കാര്യത്തിനും ഒരു ഉത്സാഹമില്ല. ഇങ്ങനെ കണ്ണുദോഷവും നാവുദോഷവും കിട്ടുന്നത് തന്നെയാണ്. അതിന് പറ്റിയൊരു പരിഹാരം ഞാൻ പറയാം. രാവിലെ തന്നെ ഇവർ എത്ര മടി പിടിച്ച് കിടന്നാലും നമ്മൾ പോയി വിളിച്ചേൽപ്പിക്കണം. ഏൽപ്പിച്ച് വായും മുഖവും ഒക്കെ കഴുകിയേച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഒരു ഞുള്ളു കടുക് ഇങ്ങനെ കൈകൊണ്ട് ഞുള്ളിയെടുക്കുക. അതുപോലെ തന്നെ ഒരു ഞുള്ളു ഉപ്പും, എന്നിട്ട് നല്ല ശുദ്ധമായ വെള്ളം വായിൽ ഒഴിപ്പിക്കുക, നിറച്ച വായിലുള്ളൂ. 1 മിനിറ്റ് നേരം വായി കൊണ്ടിട്ട് നമ്മൾ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി തുപ്പിക്കളയും. ഇത് ഇറക്കരുത് കേട്ടോ. അതിന് ശേഷം വന്നിട്ട് മടിയൊന്നും വിചാരിക്കേണ്ട, അറിയാവുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ വെച്ചാൽ ഇഷ്ടം പോലെ എക്സസൈസ് കാണും. ആ എക്സസൈസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ മടി മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഉപ്പും കടുകും പ്രയോഗം ഈ കണ്ണുദോഷവും നാവുദോഷവും മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ മടി പിടിക്കുന്നവർ ഇത് ചെയ്യാതിരിക്കരുത് കേട്ടോ. നമ്മൾ വീട്ടുകാരായിട്ട് മുൻകൈ എടുക്കണം, ഇല്ലെങ്കിൽ അവരുടെ ഭാവി തന്നെ പോയിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാം.